നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോക ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ പോരാട്ടം ഇന്ന് നടക്കും. രാത്രി 9:30 ബുഡാപെസ്റ്റിൽ വെച്ചാണ് ആ പോരാട്ടം നടക്കുക. അത് മറ്റൊന്നുമല്ല, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ പോരാട്ടമാണ്. ആഴ്സണലും PSG തമ്മിലാണ്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു ക്ലബ്ബാണെങ്കിൽ PSG ഫ്രഞ്ച് ക്ലബ്ബാണ്, ഫ്രാൻസിലെ ഒരു ക്ലബ്ബാണ്. അപ്പോൾ ആഴ്സണലും PSG തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അതിലെ ഒരു കൗതുകമുള്ള കാര്യം, ആഴ്സണൽ ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2006 ഒരു തവണ മാത്രമേ അവർ ഫൈനലിലെത്തി. അന്ന് ബാഴ്സലോണയോട് തോറ്റു. അതുമാത്രമാണ് അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച പോരാട്ടം. അതേസമയം PSG വരുന്നത് നിലവിലെ ചാമ്പ്യന്മാരായിട്ടാണ്. അവർ കിരീടം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് PSG വരുന്നത്. ഈ വ്യത്യാസം കാര്യമായിട്ടുണ്ട്. ഈ രണ്ട് ടീമും വരുന്നത് അവരുടേതായ ലീഗുകൾ, അവരുടെ രാജ്യത്തെ ലീഗുകൾ ജയിച്ചിട്ടാണ്. ആഴ്സണൽ 22 വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം നേടിയിട്ടാണ് വരുന്നത്. അതേസമയം PSG ഫ്രഞ്ച് 1 ലീഗ് കിരീടം, ഫ്രാൻസിലെ ഫ്രഞ്ച് 1 ലീഗ് കിരീടം നേടിയിട്ടാണ് വരുന്നത്. ആഴ്സണൽ ആണ് ഇതിൽ കുറേ കൂടി ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ ഗംഭീരമായി കളിച്ചതെന്ന് പറയാതെ വയ്യ. നോക്കൗട്ട് ഘട്ടത്തിൽ 8 കളികളിൽ ഒന്നുപോലും അവർ തോറ്റിട്ടില്ല. 23 ഗോളാണ് അടിച്ചത്. വഴങ്ങിയത് വെറും 4 ഗോൾ മാത്രം. അതേസമയം PSG നോക്കൗട്ടിൽ 8 മത്സരങ്ങളിൽ 4 മാത്രമാണ് ജയിച്ചത്. 2 തോറ്റു, 2 സമനില. ഇതാണ് PSG-യുടെ. അപ്പോൾ ഫോം വൈസ് ആഴ്സണലിന് തന്നെയാണ് മുൻതൂക്കം. PSG-യേക്കാൾ ആഴ്സണലിന് തന്നെയാണ് മുൻതൂക്കം. പിന്നെ കളിയുടെ ഒരു പാറ്റേൺ നോക്കിയാൽ ആഴ്സണലിൻ്റെ പ്രതിരോധവും മുന്നേറ്റവും അതിഗംഭീരം. അതേസമയം മധ്യനിര ഒട്ടും പറകലല്ല, ഒട്ടും മോശമല്ല, നല്ല മെച്ചപ്പെട്ട മധ്യനിരയാണ് താൻ. അപ്പോൾ ആഴ്സണൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടൊരു കളി കളിക്കുന്ന ടീമാണ്. അവർ അത് തുടർച്ചയായി ഈ സീസണിൽ കാണിച്ചിട്ടുള്ളതാണ്. അതേസമയം PSG-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റില്ല. ആ സ്ഥിരതയോടെ അല്ല അവർ വരുന്നത്. അവരുടെ ടീമിൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കിയാൽ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മുന്നേറ്റ നിരയാണ്. പ്രത്യേകിച്ച് ഡെംബലെ ആണ് അവരുടെ ഏറ്റവും ഫോമിലുള്ള താരം. ഡെംബലയുടെ ഗോളടി മികവിലാണ് പ്രതീക്ഷയെ അർപ്പിച്ചിട്ടാണ് PSG വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കളിക്ക് മുന്നേ ആഴ്സണലിന് തന്നെയാണ് മുൻതൂക്കം. PSG അത്ര സ്ഥിരതയോടെ കളിച്ചിട്ടില്ല. ആഴ്സണൽ ഏറെ സ്ഥിരതയോടെയാണ് കളിച്ചിട്ട് വരുന്നത്. പക്ഷേ ഇത് ഫൈനലിൽ ഇതിനൊന്നും പ്രാധാന്യമില്ല, ചരിത്രത്തിനൊന്നും അവിടെ പ്രാധാന്യമില്ല. അന്നത്തെ ദിവസം ആ സമയത്ത് ആര് കളിക്കുന്നു, ആ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ, കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് കരസ്ഥമാക്കുന്നവർ കളി ജയിക്കും. അങ്ങനെയാണ് എല്ലാ കിരീട പോരാട്ടങ്ങളും. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആണ്. ആഴ്സണലിന് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. PSG-ക്ക് അത് നിലനിർത്തണം, ആ പെരുമ നിലനിർത്തണം. ആ കിരീടം ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ് അവർ, നിലവിലെ ചാമ്പ്യന്മാരാണ്. ആ കിരീടം അവർക്ക് നിലനിർത്തണം. അങ്ങനെ വരുമ്പോൾ അതിഗംഭീരമായ ഒരു കളിക്കാണ് ബുഡാപെസ്റ്റ് സാക്ഷിയാവുക. തീർച്ചയായിട്ടും ഇരു ടീമുകളും ഫൈനലിന് ഒത്ത പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാത്രി 9:30 കളി.